ലോക എന്ന സിനിമയിൽ ഒരു സ്പെഷ്യൽ മെൻഷൻ കിട്ടിയ ഒരു സാധനമാണ് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് O നെഗറ്റീവ് ആണെന്നാണ് സിനിമയിൽ ചന്ദ്ര പറയുന്നത്. ബട്ട് ആക്ച്വലി O നെഗറ്റീവിനെക്കാട്ടും പ്യുവർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട്, ഗോൾഡൻ ബ്ലഡ്. ഈ ഗോൾഡൻ ബ്ലഡ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം O നെഗറ്റീവ് ഗ്രൂപ്പിനെ എന്തുകൊണ്ട് പ്യുവർ ബ്ലഡ് എന്ന് വിളിച്ചു എന്ന് മനസ്സിലാക്കണം. പണ്ട് ഈ ബ്ലഡ് എന്ന സാധനം മനുഷ്യന്മാർക്ക് വളരെ അത്യാവശ്യമാണെന്ന് തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം ബ്ലഡിനെ ട്രാൻസ്ഫ്യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അസുഖമുള്ളവർക്കും അതുപോലെ ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ച് ബ്ലഡ് ലോസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റ് മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളുടെയൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് ഈ ആൾക്കാരിലോട്ട് കുത്തിവെക്കാൻ ശ്രമിച്ചു. എന്നാൽ മിക്കപ്പോഴും അതൊരു ഫെയിലിയർ ആയിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം കാൾ ലാൻസ്റ്റീനർ എന്ന സയൻറ്റിസ്റ്റ് പല ആൾക്കാരുടെ ബ്ലഡ് എല്ലാം കളക്ട് ചെയ്ത് അത് മിക്സ് ചെയ്തുള്ള പരീക്ഷണങ്ങൾ നടത്തി നോക്കി. അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ചില ആൾക്കാരുടെ ബ്ലഡുകൾ മിക്സ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് മിക്സ് ആകുന്നുണ്ട്, എന്നാൽ മറ്റു ചില ബ്ലഡുകൾ മിക്സ് ചെയ്യുമ്പോൾ ബ്ലഡുകൾ തമ്മിൽ റിയാക്ട് ചെയ്ത് അതിന്റെ ഘടന തന്നെ മാറിപ്പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരുടെയും ബ്ലഡ് ഒരേപോലെ അല്ല എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. പിന്നീടുള്ള ഗവേഷണങ്ങളിൽ നിന്ന് ഇതിനുള്ള കാരണവും കണ്ടുപിടിച്ചു. മനുഷ്യന്മാരുടെ രക്തത്തിൽ പലതരം ആന്റിജനും ആന്റിബോഡിയും ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. ഇതിൽ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച 2 ആന്റിജനാണ് എയും ബിയും. അങ്ങനെ ഒരേ ആന്റിജൻ ഉള്ള 2 പേരുടെ ബ്ലഡ് തമ്മിൽ മിക്സ് ചെയ്യാം എന്നുള്ളൊരു കൺക്ലൂഷനിലോട്ട് എത്തി. ഇത്രയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷവും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ റിയാക്ഷൻസും പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടേയിരുന്നു. അതായത് ഒരു എ ഗ്രൂപ്പുകാരനും മറ്റൊരു എ ഗ്രൂപ്പുകാരനും മിക്സ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു O ഗ്രൂപ്പും മറ്റൊരു ആളുടെ O ഗ്രൂപ്പ് ബ്ലഡ് മിക്സ് ചെയ്യുമ്പോഴും ചില സമയങ്ങളിൽ റിയാക്ഷൻസ് വരുന്നതായിട്ട് കണ്ടു. തുടർന്നുള്ള അന്വേഷണങ്ങളിൽ നിന്ന് RH എന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആന്റിജൻസും മനുഷ്യന്മാരുടെ ബ്ലഡിൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്റിജൻ ആയിരുന്നു RHD ആന്റിജൻ. ഈ RHD ആന്റിജൻ ഉള്ള ആളുടെ ബ്ലഡിനെ പോസിറ്റീവ് എന്നും ഇല്ലാത്ത ആളുടെ നെഗറ്റീവ് എന്നും വിളിച്ചു. സോ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ അതിനർത്ഥം അയാളുടെ ബ്ലഡിൽ A ആന്റിജൻ ഇല്ല, B ആന്റിജൻ ഇല്ല, അതുപോലെ ഈ RHD ആന്റിജനും ഇല്ല എന്നാണ്. ഈ 3 ആന്റിജനാണ് ഏറ്റവും കൂടുതൽ അലർജിക് റിയാക്ഷൻ, ഏറ്റവും കൂടുതൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 3 ഇല്ലാത്തത് കൊണ്ട് തന്നെ O നെഗറ്റീവ് ഉള്ള ആളുടെ ബ്ലഡ് മറ്റ് ഗ്രൂപ്പുകാർക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് O നെഗറ്റീവ് ബ്ലഡിനെ പ്യുവർ എന്ന് വിളിച്ചത്. അപ്പോൾ പിന്നെ എന്താണ് ഈ ഗോൾഡൻ ബ്ലഡ്? ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു RH എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആന്റിജൻസ് ആണ്. 50-ൽ പരം RH ആന്റിജൻസ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്ന RH ആന്റിജൻ ആണ് D. അതില്ലാത്തതാണ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. എന്നാൽ ഈ ലോകത്ത് വളരെ ചുരുക്കം ചിലരിൽ ഈ A ആന്റിജൻ ഇല്ല, B ആന്റിജനും ഇല്ല, ഒരു RH ആന്റിജനും ഇല്ല. അങ്ങനെ ഒരു ആന്റിജനും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിനെയാണ് ഗോൾഡൻ ബ്ലഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ദ പ്യൂറസ്റ്റ് ബ്ലഡ്.